പതുക്കെ പതുക്കെ നടന്നാ മതി. നമുക്കിവിടെ ഇരിക്കാം. കുയിലെ, എന്തെങ്കിലും പറയുന്നേ. എന്താ പറയാ? ഈ മരങ്ങളെ കുറിച്ചോ, ഇവിടുത്തെ പുഴയെ കുറിച്ചോ, കുയിലുകളെ കുറിച്ചോ എന്തെങ്കിലും? ആ, ഈ അമ്പലത്തിന്റെ നട തുറക്കാത്തതിന്റെ കഥ പറയാന്ന് പറഞ്ഞില്ലേ, എന്താ അത്? പറയട്ടെ. പണ്ട് 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 എന്താ ചിരിക്കാൻ? വലിയ തമാശ പറഞ്ഞ പോലെ. ഞാൻ പോണു. വേണ്ട വേണ്ട, ഞാൻ പറയാം. പണ്ട് പണ്ട് വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. പുഴയ്ക്കപ്പുറം വരെയായിരുന്നു രാജാവിന്റെ അതിർത്തി. ഇത് മറ്റൊരു നാട്. രാജാവിനൊരു രാജകുമാരി. ഒരു ദിവസം രാജസദസ്സിൽ ഒരു ഗായകൻ പാടാനെത്തി. ഒരു പാവം പാട്ടുകാരൻ. ഗായകന്റെ പാട്ട് കേട്ട് രാജകുമാരി സർവവും മറന്ന് അയാളെ സ്നേഹിച്ചു. അവർ പിന്നെയും കണ്ടു, പരസ്പരം സ്നേഹിച്ചു. അയാൾ പാടി, അവൾ നൃത്തം ചെയ്തു. ഒരു ദിവസം അവളുടെ മുറച്ചെറുക്കനായിരുന്ന മന്ത്രികുമാരൻ സംഭവം അറിഞ്ഞു. ഗായകന് നാട് കടത്തി. രാജകുമാരിയെ പൂട്ടിയിട്ടു. ഗായകൻ പുഴ കടന്ന് ഈ അമ്പലത്തിൽ വന്നിരുന്നു. രാജകുമാരി വന്നില്ല. വേദന സഹിക്കാതെ ഒരു രാത്രിയിൽ അയാൾ ഉറക്കെ പാടി. അപ്പോഴേക്കും മന്ത്രികുമാരനും സൈന്യവും അമ്പലം വളഞ്ഞു. നിവർത്തിയില്ലാതെ ഈ മണി ആട്ടിവിട്ടു. ആടി വന്ന അതിന്റെ മുന്നിൽ അവർ കെട്ടിപ്പിടിച്ചു നിന്നു. അത് വന്നടിച്ച് തല പൊട്ടി അവർ മരിച്ചു. അവരുടെ ചോര തെറിച്ചു വീണ് ആ കൽവിളക്കിൽ തളം കെട്ടി നിന്നു. അത് പിന്നെ കുങ്കുമമായി തീർന്നു. രാജകുമാരിയുടെയും ഗായകന്റെയും ചോര ശ്രീകോവിലിനുള്ളിലേക്ക് തെറിച്ചു വീണു. അന്ന് അടഞ്ഞു പോയതാണ് ഈ വാതിൽ. പിന്നെ ഇതുവരെ തുറന്നിട്ടില്ല. ആർക്കും തുറക്കാനോട്ട് കഴിയുമില്ല. കഷ്ടമായി പോയി ഇല്ലേ? നമ്മളെപ്പോലെ അവരും ഇവിടെ വന്നിരുന്നിട്ടുണ്ടാവും. നമ്മളെപ്പോലെ അവരും കുയില് കൂവി ഒളിച്ചു കളിച്ചിട്ടുണ്ടാവും. എന്താ ഒരു ശങ്ക? എന്റെ കിടു, ഇന്നലെ ചാരായൻ തലയിൽ കയറിയപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. അത് പറയാൻ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. പറ്റിന് പറ്റി. അതിന് വൈകുന്നേരം നമുക്കൊന്ന് ഘോഷിച്ചു കളയാം. എന്റെ നല്ല കാലം. ചിട്ടി ഇവിടെ ഇല്ല. രാവിലെ പിരിവിന് പോയിരിക്കുക. അവൾ ഉണ്ടായിരുന്ന ഈ സുഖമായിരുന്നു. അയ്യോ, എന്നാ വരുമ്പോഴേ ഞാൻ സ്ഥലം വിട്ടേക്കാം. വന്ന സ്ഥിതിക്ക് എന്റെ മോളുടെ കയ്യിൽ ചായ കുടിച്ചിട്ട് പോയാൽ മതി. മോളെ 2 ചായ പൊട്ടിട്ടു. ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ദേഷ്യപ്പെട്ട് ചായയിൽ ഉപ്പമിട്ടായിരുന്നേ. ഒരു നല്ല ചായ കൊണ്ടുവന്ന ഇപ്പൊ ഇവിടെ ഈ നിമിഷം കല്യാണം ഉറപ്പിക്കാം. ഇനിയും പോരെങ്കിൽ ഈ നിമിഷം മുൻകൂറായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ശങ്കുവേറ്റോ? ഏറ്റവും
കിട്ടേണ്ട കിളി പറന്നുപോയി. പകരം എനിക്കൊരു കിളി കിട്ടി. മൃദു, എന്തോ ഏതാ പൈങ്കിളി? എടാ മോനെ, ഒരു നല്ല വാർത്തയുണ്ട്. എന്താടാ മോനെ നിനക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഒന്നും വിഷമിക്കണ്ട, നിന്റെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കും. ഇത് കണ്ടോ, ചെറിയ കുഞ്ഞ് കോടിമലയെന്ന് എഴുതിയിരിക്കുന്നു നിനക്ക് ജോലി ശരിയായിട്ടുണ്ടെന്ന്. അടുത്ത മാസം 1-ാം തീയതി അവിടെ എത്തണം. നീ വിഷമിക്കണ്ട, ആ പെണ്ണിനെ കാണാതിരിക്കാൻ നിനക്ക് പറ്റൂല അല്ലേ? പോകുമ്പോ അവളെ കൊണ്ടുപോക്കോ. അതിനു മുമ്പ് രണ്ടിനെയും കൂട്ടി കെട്ടി വിട്ടേക്കാം, പോരെ? ശങ്കുണി മാമ. അതേടാ മോനെ, ശങ്കുണി മാമൻ തന്നെയായി പറയുന്നത്. എന്റെ മോൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അത്രയും ആവുമായിരുന്നു. ദൈവം വിധിച്ചില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ഒരു സങ്കടവുമില്ല. നീ എന്റെ മോൻ തന്നെയാ. ശങ്കുണി മാമ. എന്റെ പൊന്നു മോളെ, ഒരിടത്തേക്കും ഓടിപ്പോവല്ലേ. ചേട്ടൻ പോയി കുയിലിനെ കണ്ടിട്ട് ഓടി വരാം. മിടുക്കി. നീ എവിടെ പോയി കിടക്കണ ചെറുക്ക? തമ്പുരാൻ നിന്നെ എത്ര നേരമായി തിരക്കുന്നു. നീ വേഗം ഈ കടലാസ് ലോറിക്കാർക്ക് കൊണ്ടുപോയി കൊടുക്ക്. വേഗം പോ. വയ്ക്കോ. ഞാനൊന്ന് അക്കരയ്ക്ക് പോയിട്ട് വരാം. ഒരു നിമിഷം മതി. വേണ്ട വേണ്ട, എവിടെയും പോകാൻ പറ്റൂല. ആദ്യം ഈ പണി ചെയ്യ്. വേഗം വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വയ്ക്കോ.